ഫിഫ്ത്ത് പേപ്പറിൽ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹെൽത്ത് വർക്കർ മെയിൽ. അതായത് നമ്മുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്തത് വരുന്നത്. അപ്പോൾ ഒന്നാമത് വരുന്നത് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിന്റെ കാര്യമാണ്. നമ്മുടെ അണ്ടറിൽ വരുന്ന ഒരുപാട് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തത് നമ്മുടെ നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം. ഇതിന്റെ അണ്ടറിലാണ് മലേറിയ, ഫൈലേറിയ, ഡെങ്കു, ചിക്കൻ ഗുനിയ, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, കലാസർ ഇതെല്ലാം വരുന്നത്. അപ്പം വെക്ടർ ബോൺ ഡിസീസിന്റെ കൺട്രോൾ ആക്ടിവിറ്റീസ് അത് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജോബാണ്. മലേറിയയുടെ കാര്യത്തിലൊക്കെ നമ്മുടെ സ്ലൈഡ് എടുക്കുന്നത്, അതുപോലെ തന്നെ മൈഗ്രൻസിന്റെ കാര്യങ്ങൾ നോക്കുന്നത്, ഡെങ്കുവിന്റെ കാര്യത്തിലാണെങ്കിലും ബാക്കി എല്ലാത്തിന്റെയും വെക്ടർ മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ ഇതെല്ലാം നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജോബാണ്. ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാമിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിസബിലിറ്റീസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് ലെപ്രസി. അപ്പൊ മാക്സിമം നേരത്തെ തന്നെ പേഷ്യൻസിനെ കണ്ടുപിടിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതും നമ്മുടെ ജോബാണ്. അടുത്തത് റിവൈസ്ഡ് നാഷണൽ ട്യൂബർകുലോസിസ് കൺട്രോൾ പ്രോഗ്രാം ആണ്. ടി ബിയുടെ പ്രോഗ്രാം ഇപ്പൊ നിലവിൽ നമുക്ക് നാഷണൽ ടി ബി എലിമിനേഷൻ പ്രോഗ്രാം ആണ് ഉള്ളതും. അപ്പം എലിമിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ടി ബിയുടെ പേഷ്യൻസിനെയും എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്പ്രെഡ് മാക്സിമം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതും നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജോബാണ്. നാഷണൽ ബ്ലൈൻഡ്നസ് കൺട്രോൾ പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ അവോയ്ഡബിൾ ബ്ലൈൻഡ്നസ് ആണ് കൂടുതലും ഉള്ളത്. അപ്പൊ മാക്സിമം നേരത്തെ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കൂടുതലും ഈ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നീട് വരുന്നതാണ് എക്സ്പാൻഡഡ് പ്രോഗ്രാം ഓൺ ഇമ്മ്യൂണൈസേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസസ് ഒരുപാടുണ്ട്. ഇമ്മ്യൂണൈസേഷനിലൂടെ ഇതിനെല്ലാം നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ മാക്സിമം എല്ലാ കുഞ്ഞുങ്ങളെയും ഇമ്മ്യൂണൈസേഷൻ ചെയ്യിക്കുക എന്നുള്ളത് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജോബാണ്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാം ആണ്. നമ്മുടെ JPHNSO-ആയിട്ട് ചേർന്ന് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് RCH പ്രോഗ്രാം. മെറ്റേണൽ ചൈൽഡ് ഹെൽത്ത് രണ്ടുപേരുടെയും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യുന്നത്. ഇതാണ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിൽ നമുക്കുള്ള റോൾസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് രണ്ടാമത് നമ്മൾ പറയുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ കാര്യമാണ് രണ്ടാമത് പറയുന്നത്. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം മാക്സിമം പെട്ടെന്ന് തന്നെ കേസസിനെ കണ്ടുപിടിച്ചിട്ട് അതിനുള്ള കൺട്രോൾ മെഷേഴ്സ് ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഡയറിയയുടെ ഒക്കെ കേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ ഒക്കെ മാക്സിമം പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ ഇമ്പോർട്ടൻസ്, അതെങ്ങനെ പ്രിവെന്റ് ചെയ്യാം, ഇതെന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കമ്മ്യൂണിറ്റിക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാനും സാധിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ സാനിറ്റേഷൻ ആണ്. പബ്ലിക് ഹെൽത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സാനിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മുടെ ജോബിനകത്ത് വരുന്നതാണ്. അവിടെ നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് പബ്ലിക് വാട്ടർ സോഴ്സസ് ഒരുപാട് കാണും. അതൊക്കെ ക്ലോറിനേറ്റ് ചെയ്യുക, ജേം ഫ്രീ ആയിട്ട് നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ജോബാണ്. അതുപോലെ തന്നെ ലിക്വിഡ് വേസ്റ്റ് ആണെങ്കിലും സോളിഡ് വേസ്റ്റ് ഒക്കെ ആണെങ്കിലും കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് എങ്ങനെ ഡിസ്പോസ് ചെയ്യാന്നുള്ള കാര്യം കമ്മ്യൂണിറ്റി എഡ്യൂക്കേറ്റ് ചെയ്യുക. സാനിറ്ററി ലാട്രിൻസിന്റെ ഉപയോഗം എന്താണ്, അത് നമുക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത്, അത് ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചും എഡ്യൂക്കേഷൻ കൊടുക്കുക. പിന്നെ വില്ലേജ് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ കമ്മിറ്റി ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കുക. ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ വില്ലേജ് ലെവലിൽ ഉണ്ടാവുന്ന ഹെൽത്ത് ഇഷ്യൂസ് അഡ്രസ് ചെയ്യാനും അതിനെതിരെ കളക്റ്റീവായിട്ട് ആക്ഷൻ എടുക്കാനും വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് വില്ലേജ് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ കമ്മിറ്റി. അപ്പൊ അതുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ജോബാണ്. പ്രൈമറി മെഡിക്കൽ കെയർ ആണ് നാലാമത്തെ കാര്യം പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും മൈനർ എയിൽമെന്റ്സോ ആക്സിഡന്റ്സോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് എയ്ഡും അതിനാവശ്യമുള്ള ചെറിയ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അതും നമ്മുടെ ജോബാണ്. പക്ഷേ അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് PHC അല്ലെങ്കിൽ CHC അല്ലെങ്കിൽ അടുത്ത ഏത് ഹോസ്പിറ്റലാണോ ഉള്ളത് അവിടേക്ക് നമുക്ക് റെഫർ ചെയ്യാനും സാധിക്കുന്നതാണ്. അത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്. അഞ്ചാമത്തത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജോബാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എവിടെ ചെന്നുകഴിഞ്ഞാലും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ്. ഹെൽത്തോട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് കമ്മ്യൂണിറ്റിക്കും ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഇപ്പം ഇമ്മ്യൂണൈസേഷന്റെ കാര്യമാണെങ്കിലും NCD-യുടെ കാര്യമാണെങ്കിലും കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ കാര്യമാണെങ്കിലും ഇപ്പൊ നിലവിലുള്ള ഹെൽത്ത് സർവീസസിന്റെ കാര്യമാണെങ്കിലും ജീറിയാട്രിക് അല്ലെങ്കിൽ അഡോളസെന്റ് അങ്ങനെ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഏത് ഹെൽത്തോട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏത് കാര്യങ്ങൾക്കും നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഇവിടെ പ്രധാനമായിട്ട് MCH റിലേറ്റഡ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് സർവീസസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, അത് നിങ്ങൾക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഹെൽത്ത് എഡ്യൂക്കേഷൻ ചെയ്യാം. ഇത് മാത്രമല്ല ഹെൽത്തോട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഫീൽഡിലും നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാവുന്നതാണ്. അടുത്തത് പറയുന്നത് ന്യൂട്രീഷന്റെ കാര്യമാണ്. അപ്പൊ നമ്മുടെ ഏരിയയിൽ തന്നെ ഇൻഫന്റ്സിനോ യങ് ചിൽഡ്രനോ മാൽനറിഷ്ഡ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ കാണും. അങ്ങനെയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുക.
അതുപോലെ തന്നെ അമ്മയ്ക്കും കുഞ്ഞിനും നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് വെച്ചിട്ട് എങ്ങനെ ന്യൂട്രീഷ്യസ് ഡയറ്റ് കൊടുക്കാം എന്നുള്ള കാര്യം കമ്മ്യൂണിറ്റിയെ എഡ്യൂക്കേറ്റ് ചെയ്യിക്കാം. നമുക്ക് നമ്മുടെ പരിസരത്ത് നിന്ന് കിട്ടുന്ന സാധനങ്ങളിൽ തന്നെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡ് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനെക്കുറിച്ച് ആൾക്കാർക്ക് അവെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ജോബാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വൈറ്റൽ ഇവന്റ്സിന്റെ കാര്യമാണ് പറയുന്നത്. അതായത് ഏറ്റവും വൈറ്റൽ ഇവന്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ബർത്ത്, ഡെത്ത് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ ഏരിയാസിൽ ബർത്തോ ഡെത്തോ നടന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അത് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതൊക്കെ രജിസ്റ്റർ ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള കാര്യം കൂടെ നമ്മുടെ ആൾക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ലാസ്റ്റത് നമ്മുടെ വരുന്നതാണ് റെക്കോർഡ് കീപ്പിംഗ് എന്ന് പറയുന്നത്. അതും ഇമ്പോർട്ടന്റ് ആണ്. ഓൾറെഡി നമ്മൾ റെക്കോർഡ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ റെക്കോർഡ് കീപ്പിംഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് തരത്തിലുള്ള റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ഡ്യൂട്ടിക്കകത്ത് വരുന്നതാണ്. നമ്മുടെ ഏരിയയിലുള്ള എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടോ ആ കാര്യങ്ങളെല്ലാം സർവേ ചെയ്തിട്ട് നമ്മൾ മാപ്പ് തയ്യാറാക്കുക. അതാണ് നമ്മൾ ഏരിയ മാപ്പിന്റെ കാര്യം പറഞ്ഞത്. നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ഏരിയയിൽ അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഏരിയ മാപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വില്ലേജ് ലെവലിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫെസിലിറ്റീസ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചേർന്നിട്ടാണ് നമ്മൾ വില്ലേജ് ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഫാമിലി ആൻഡ് വില്ലേജ് റെക്കോർഡ്സ് ഉണ്ട്. അവിടെ ആരൊക്കെ ഉണ്ട്, ഏതൊക്കെ ഫാമിലീസ്, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടുള്ള റെക്കോർഡ്സ് ഉണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് ഫീമെയിൽ ഹെൽത്ത് വർക്കറുമായിട്ട് ചേർന്നിട്ട് നമ്മൾ എലിജിബിൾ കപ്പിളിന്റെയും അതുപോലെ തന്നെ MCH രജിസ്റ്ററും മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നീട് TB, ലെപ്രസി പോലെയുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അവയുടെ റെക്കോർഡ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഹെൽത്ത് സൂപ്പർവൈസേഴ്സിന് നമ്മുടെ മന്ത്ലി സബ് സെന്റർ ലെവലിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മന്ത്ലി റിപ്പോർട്ടായിട്ട് ഹെൽത്ത് സൂപ്പർവൈസറിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ മലേറിയയുടെ കേസിലാണെങ്കിൽ നമ്മുടെ പാസീവ് സർവൈലൻസിന്റെ രജിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അതും കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ജോബിൽ വരുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ജോബ് റെസ്പോൺസിബിലിറ്റീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.